ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, ഈ ബീജും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. വെരി ഗുഡ്. എൽസി വർക്കായോ അതിൽ? അത് പറയേണ്ട ആവശ്യമില്ല, സ്പോയിലർ ആവും. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലാതെ മാത്രം. കുഴപ്പമില്ല മാത്രമല്ലേ? അങ്ങനെ തിയേറ്ററുകളൊക്കെ പൂരപ്പറമ്പ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓഗസ്റ്റ് 14 ഇന്ന് നമ്മുടെ തലൈവരുടെ ചിത്രം കൂലി റിലീസാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് റിവ്യൂ എടുക്കാൻ തൃശ്ശൂർ ഗാനത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ലോകേഷ് കനകരാജും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട രജനി സാറും ഒന്നിക്കുന്ന ഒരു മികച്ച ചിത്രം റിലീസായി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ. അപ്പോൾ എന്തായാലും മികച്ച റെസ്പോൺസ് തന്നെയായിരിക്കും പടത്തിന് ലഭിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിലൊരു LC വർക്കാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചു നോക്കാം. കൈദി, അതുപോലെ വിക്രം, ലിയോ എന്നീ 3 ചിത്രങ്ങൾ വന്നിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിൽ വരുമോ എന്നുള്ളതും നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. സംഭവം ഒരു 500 കോടിയോളം മുതൽ മുടക്കിൽ ഉള്ളൊരു പടമാണ് കേട്ടോ. അതൊരു പാൻ ഇന്ത്യൻ മൂവി എന്നാണെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മുടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ ഭാഷകളിൽ നിന്നുള്ളതും. അപ്പോൾ അമീർ ഖാനൊക്കെ ഇതിലൊരു ഗസ്റ്റ് റോളാണ് എത്തുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. അപ്പോൾ എന്തായാലും പടം വിടുമ്പോൾ ഒരു 9 മണിയാകും, 6 മണിക്കാണ് പടം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ റിവ്യൂയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും ടിക്കറ്റ് എടുക്കാത്തവരൊക്കെ ബുക്ക് ചെയ്തോട്ടെ, ഒരു രക്ഷയില്ല. നമ്മുടെ ലോകേഷ് കനകരാജും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട രജനി സാറിൻ്റെ ഒരു മികച്ച ചിത്രം 50 വർഷത്തേക്കാണ് രജനി സാർ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂയിലോട്ട്. ഒരു ആവറേജ് എത്ര പറയാൻ പോലെ ആ ലോകേഷിൻ്റെ ഒരു മറ്റു മികച്ച ചിത്രങ്ങൾ നോക്കുമ്പോൾ ലോകേഷിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്നിരുന്നാൽ പോലും പടം കഥ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, ഈ ബീജും കാര്യങ്ങളൊക്കെ നൈസായിരുന്നല്ലോ. നമ്മുടെ LC വർക്ക് ചെയ്യാം. LC വർക്കായിട്ടുണ്ടാവും. ഒരു തനിപ്പടം. ഓക്കെ സാർ, പടം എങ്ങനെയുണ്ടായിരുന്നു? പക്ക ഫാൻസ് മൂവി. ഓക്കെ, ഫുൾ എൻ്റർടൈൻമെൻറ്റ്. വെരി വെരി. ബീജും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും? ഫസ്റ്റ് ഹാഫ് ഓൾറെഡി വലിയ സ്മൂത്തായി പോയി. സെക്കൻഡ് ഹാഫ് ഹൈ പിച്ചായിരുന്നു. കുഴപ്പമില്ല. വെരി ഗുഡ്. ലോകേഷിൻ്റെ മറ്റ് ചിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വെറൈറ്റി മൂവി. പടം എങ്ങനെയായിരുന്നു? ആവറേജിന്റെ മുകളിൽ പടം ഉണ്ടല്ലേ? കാണാം, ഒരു റിപ്പീറ്റ് വാല്യൂ ആണ് കാണാം. ഓക്കെ, നമ്മുടെ LC വർക്കായോ അതിൽ? അത് പറയേണ്ട ആവശ്യമില്ല, സ്പോയിലർ ആവൂലേ. ഓക്കെ. മറ്റേ ലോകേഷിന്റെ മറ്റ് ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ എല്ലാം ഒരു വ്യത്യസ്തമായിട്ട് തന്നെ ബീജും കാര്യങ്ങളൊക്കെ ഇട്ടു, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. പിന്നെ നമ്മുടെ LC വർക്കായോ പടത്തിൽ? നമ്മുടെ കൈദി മറ്റു ചിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അത് കണ്ടു മനസ്സിലാക്കുന്നുണ്ടല്ലോ. രജനീകാന്ത് പടം എന്ന് പറയാൻ പറ്റില്ല, ടിപ്പിക്കൽ ലോകേഷ് പടം. ഓക്കെ, വയലേഷൻ കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് പടമാണ്. അപ്പൊ അത് വയലൻസ് അത്യാവശ്യം ഉണ്ട്. വയലൻസ് ഉണ്ട്. ബിജിഎമാണ് പടത്തിന്റെ ഫസ്റ്റ് ഹാഫാണ് സെക്കൻഡ് ഹാഫാണ് ഏറ്റവും കുറച്ചുകൂടി രണ്ടാണ്. ഒരു ടിപ്പിക്കൽ രജനി പടം പോലെയല്ല, ഒരു ഇമോഷണൽ ട്രാക്കിൽ കൂടിയാണ് പടം പോണത്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടമാവണം എന്ന് ചിലപ്പോൾ ഇല്ല. അതാണ്, അങ്ങനെ ഒരു ഫാക്ടർ കൂടി ഉണ്ട് ഇതിൽ. ആ ഒരു ലോകേഷിന്റെ ഒരു മറ്റു ചിത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? നല്ലൊരു പടമാണ്, കുഴപ്പമില്ല, എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു പടമാണ്. ഓക്കെ, നമ്മുടെ സൗബിന്റെ അഭിനയം കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അമീർ ഖാൻ ഒരു ജസ്റ്റ് വേഷത്തിലാണോ? ഓക്കെ, പിന്നെ ആവറേജ് പടമല്ലേ? ഓക്കെ. നമ്മുടെ ലോകേഷിന്റെ മറ്റു പടങ്ങൾ എന്ന് വെച്ച് നോക്കുമ്പോൾ വിക്രം, ലിയോ അത്രയ്ക്ക് മോശമല്ല, നോർമലായിട്ട് എക്സ്പെക്ടേഷൻ വെച്ചായിരുന്നു. ഓക്കെ. ബീജി എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫാണ് സെക്കൻഡ് ഹാഫാണോ കൂടുതൽ? സെക്കൻഡ് ഹാഫാണ്. അമേരിക്കൻ റോള്. ഓക്കെ, സൗബിനെ നമ്മുടെ മലയാളത്തിൽ പിന്നെ ഇനി ഇവിടുന്ന് വെച്ചടി കയറ്റം. ഓക്കെ, വിന്റേജിൽ ഇതിനെ പാത്തൊരു ഫീലാണ്. സെക്കൻഡ് പാർട്ടിൽ നമ്മുടെ LC വർക്കായ പടം വിക്രം, ലിയോ ബീജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ബീജൊക്കെ ഓക്കെ, പക്ഷേ ഫസ്റ്റ് ഹാഫ് അധികം ഇതുപോലെ തോന്നിയില്ല. സെക്കൻഡ് ഹാഫ് പിന്നെ എങ്ങനെയാണ് നമ്മുടെ വിക്രം, ലിയോ, കൈദി അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചിത്രത്തിൽ അല്ലെങ്കിൽ പക്ഷെ പടം നല്ലതാണ്? അത്ര എക്സ്പെക്ടേഷൻ വരാൻ പറ്റും നമുക്ക് ആ ഒരു ചിത്രങ്ങൾ കണ്ടിട്ട്? ആ ലെവൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ പടം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഹാഫാണോ കുറച്ച് നന്നായി? സെക്കൻഡ് ഹാഫാണ് നന്നായി. ത്രില്ലിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പടം. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല മാത്രമല്ലേ? നമ്മുടെ ആ ലോകേഷിന്റെ ഒരു മാസ് പടങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? ബീജം കുഴപ്പമില്ല അല്ലേ? കൂടുതലൊന്നും പറയാനുള്ളൂ. നമ്മുടെ സൗബിന്റെ അഭിനയം കാര്യങ്ങളൊക്കെ? ഓക്കെ.